അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏതാ ഒരു മിനിറ്റ് മൂക്കത്ത് മാറ്റുന്നതിലുള്ള കൺഫ്യൂഷനാണ്. ഞങ്ങളാണെങ്കിൽ ചായ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങാൻ നിൽക്കാം. ഞങ്ങൾ നോക്കട്ടെ ഒരു മിനിറ്റ് ഏതാ. അപ്പൊ ഞങ്ങള് എല്ലാരും പാക്ക് ചെയ്തു. ഇത് ഡൈനിങ് ഡോർ കൂട്ടാണ്. എന്നിട്ട് ഞങ്ങളിപ്പോ ഇറങ്ങുക. ഇതാ എല്ലാവരും എല്ലാരും ഫുൾ സെറ്റപ്പിലാണ്. ജീൻസും അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെയാണ്. അപ്പോ ആൾക്കാർ വന്നു. അപ്പൊ നമുക്ക് പോവാം. ടാക്സി വെയിറ്റിംഗ്. അതായിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് ഒരു ട്രൈപോഡൊക്കെ മേടിക്കാനുണ്ട്. എന്റെ ട്രൈപോഡാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കേടായി ഗൈസ്. അയ്യോ ലിഫ്റ്റ് ലിഫ്റ്റ്. അങ്ങനെ അപ്പം ഇറങ്ങി പോട്ടെ ഞങ്ങളെ. വെയിറ്റ്. അപ്പൊ സെറ്റ്. ഹലോ ബായ്. എല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മള് സിബ് ഇട്ടിട്ടില്ല. സൂട്ട് കേസിന്റെ സിബൊന്നും ഇല്ല. അതൊക്കെയാണ് ഇപ്പൊ ഇടുന്നത്. കണ്ടോ ഇതിന്റെ എന്ത് ഇതിന്റെ സിബ് എന്ത് ഇവിടെ ഹായ് പറഞ്ഞേക്ക് 3 പേരും. നമ്മളങ്ങനെ മുംബൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചേർച്ച് ഗേറ്റിലാട്ടോ. മുംബൈ സെൻട്രലാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയ പൻവേലിലല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഒരു 1 hour ഉണ്ടായിരുന്നു. ട്രാഫിക് ഇല്ലാഞ്ഞിട്ട് 1 hour, അല്ലെങ്കിൽ നല്ല സമയം എടുക്കുന്നായിരുന്നു പറഞ്ഞ്. അപ്പോൾ അവരവിടെ കാറിനകത്ത് ഇതൊക്കെ എടുത്ത് പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കയറി. ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെയാണ് കൈസ് എത്തിയേക്കുന്നത്. ഇനി 1 മണിക്കൂർ പോസ്റ്റ് അടിച്ചു വിട്ടിരിക്കണം. കണ്ടോ അവരവിടെ ഉണ്ട് കാറിൽ കണ്ടില്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് മുംബൈ സെൻട്രൽ കാണിക്കാം. ഞാനിവിടെ മുംബൈ വന്നിട്ട് കുറേ കാലമായിട്ട്. ഇവിടെ കുറേ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എൻ്റെ അപ്പൻ നേവിയിലൊക്കെ ആയതുകൊണ്ട് അമ്മയൊക്കെ ഇവിടെ പണ്ട് ഇവിടെ ആയിരുന്നു, മുംബൈയിലായിരുന്നു. എൻ്റെ ചേച്ചി ഇവിടെയാണ് 3rd വരെയൊക്കെ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ കുറേ കാലമായി ഞാൻ വന്നിട്ട്. അപ്പം ഇതൊക്കെ കുറച്ചധികം കാലമായിട്ട് കണ്ടിട്ടില്ല. കുറേ ലൈക്ക് മുംബൈ തന്നെ കണ്ടിട്ട് കുറേ കാലം. അപ്പം നല്ല രസമായിരുന്നു വരുന്ന സമയത്തെ കാഴ്ചയാണ്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറട്ടെ. കെട്ടിടം കണ്ടോ എന്റെ പൊന്നെ. അത് ദൂരെന്ന് വന്നപ്പോ ഞാൻ ഓർത്തു ഒരു കൊടി പോലെ ഒറ്റ പോലെയായിരുന്നു. ഇത് എത്ര ഐ തിങ്ക് ഇതൊരു 50 floor 60 floor എങ്ങാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ദുബായിൽ ബുർജ് ഖലീഫ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത് കണ്ടപ്പോ ആണെങ്കിൽ ഇത് എന്തൊരു വലിപ്പം എന്ന് ആലോചിച്ചു. ഭയങ്കര വലിപ്പം. നേരെ കുത്തനെ നോക്കുന്നു. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 50-60 floor ഒക്കെ കാണും തോന്നുന്നു. നോക്കിയേ, എനിക്കറിയത്തില്ല. ഞാൻ വിവരക്കേടാണോ എനിക്കറിയത്തില്ല. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മാതാസ്ത്രീകളുടെ അടുത്തേക്ക് പോകാം. 3 പേരാണുള്ളത്. ഞാൻ ഒരു 5 ദിവസത്തേക്ക് 3 പേരെയാണ് സഹിക്കേണ്ടത്. ഇവിടെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വഴിയെ അവിടെ എത്തുമ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഒരു ക്ലൂ കൊടുക്കാം ഏതാ സ്ഥലം എന്ന്. എന്താ ക്ലൂ കൊടുക്കുക? അതല്ല ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഡാലേലി? നമുക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ഒരു തുടങ്ങി. എന്നാ പിന്നെ എളുപ്പമായില്ല. ആ ക്ലൂ ഞാൻ കട്ട് ചെയ്ത് കളയും. നമ്മൾ കുഞ്ഞ് ഇവിടുത്തെ ഒരു 5 മണിക്കൂറുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ. 3 ladies, 3 young ladies. ഓക്കെ, ആക്രാന്തോ ദേ പിടിച്ചു പോലീസ് പിടിച്ചു. അമ്മയ്ക്ക് ഫുഡ് വേണോ? അമ്മ ഫുഡിന്റെ മെയിനാണ്. ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വിശപ്പാ. ഫുഡ് ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഫുഡ് കോർട്ടിലേക്ക് പോവാണ്. കാരണം ഇത് കുറെ നടക്കാനുണ്ട്. നമുക്കാണെങ്കിൽ ട്രെയിന് ഇനി കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ്. സോ ഞങ്ങൾ നേരത്തെ എത്തി. അറിയാലോ, ബ്രൗൺ പേരൻസിന്റെ കാര്യം അറിയാലോ. നമുക്കൊരു സ്ഥലം വരെ പോകണമെങ്കിൽ നമ്മൾ എവിടെ എപ്പോൾ ഇറങ്ങും? നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് ഇറങ്ങും അടുത്താണെങ്കിൽ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സോ ഇപ്പൊ ചെക്കിങ്ങിന് വേണ്ടി ബാഗ് വെച്ചിട്ട് ഞങ്ങളിപ്പോ പോകും.
ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ അവന്തിക എക്സ്പ്രസ് അല്ലേ ഇത് ആണല്ലോ. അപ്പത്തേക്കും ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പോവാ. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ളൂ ട്രെയിന്. പക്ഷെ നമ്മൾ നേരത്തെ കയറി ഇരിക്കുവാണ്. നമ്മൾ നേരത്തെ ഫുഡ് കാന ഇമ്പോർട്ടൻറ്റ്. അപ്പൊ കാന കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ കയറി ഇരിക്കുവാണ്. നമുക്ക് കാനയൊക്കെ കഴിക്കാം. ഓക്കെ, എല്ലാം ഹോം കുക്ക്ഡ് ഫുഡ് ആണെങ്കിലും നമ്മൾ മാസ മേടിച്ചിട്ടുണ്ട്, ചിപ്സ് വാങ്ങിയിട്ടുണ്ട്, എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ട്രെയിൻ കയറ്റിയില്ല, ക്ലീനിങ് ആന്ന് പറഞ്ഞുകൊണ്ടോ ഇപ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണ്. 3rd AC-യിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പം അമ്മ എന്തേലും പറ. അപ്പൊ എന്താണ് ഞാൻ വിശക്കാൻ തുടങ്ങി. ഏത് നേരം അതെ, എപ്പം കഴിക്കാൻ പറ്റുന്നതാണ് അമ്മ ആലോചിക്കുന്നത്. അതാണ് അമ്മ ആലോചിക്കുന്നത്, എപ്പോഴും കഴിക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഇപ്പൊ ക്ലീനിങ് ആയതുകൊണ്ട് 20 മിനിറ്റ് കെ ബാത്ത് നമ്മളോട് തിന്നോളാൻ പറഞ്ഞു. ഐ മീൻ ഉള്ളി കറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ കുറച്ചു നേരം. ഓക്കെ, ഇത് ഇതിനെ പൊട്ടിച്ച് കഴിഞ്ഞില്ലേ? കഴിക്ക് തിന്ന് 3 പേരും കൂടെ. നിങ്ങളുടെ കഥ എപ്പോഴാ പറയാ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ 3 പേരുടെയും പറയണ്ട. അതൊട്ടുള്ള പറഞ്ഞു തുടങ്ങണം. അത് കഴിഞ്ഞ് പറയാനേ. കഴിക്ക്. ഇനിയും വേണം. ഈ തിന്നാൻ വേണ്ടി ജീവിക്കാന്ന് പറയില്ലേ, അതാണ്. ജീവിക്കാൻ വേണ്ടി തിന്നാ. ഉച്ചക്ക് ഇച്ചിരി ചോറാണോ നമ്മള് കഴിച്ചത്? ഇച്ചിരിയോ? ഞാനൊക്കെ നന്നായി കഴിച്ചു. ചമ്മന്തി, വെണ്ടയ്ക്ക, മൊത്തം കഴിച്ചു. രണ്ട് ഉണ്ണിയപ്പം. ഇനി വെള്ളം കുടിച്ച് ഇനി അടുത്തത് പൊട്ടിക്കണം എന്നാ പറയണത്. ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അത്രേ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഉള്ളി വാട്ടർ. ഡയറ്റ് കോൺഷ്യസാ, പക്ഷെ ചിപ്സ് കഴിക്കും. ട്രെയിനിൽ കയറി നല്ല ചൂടാണ്. ട്രെയിൻ ഓൺ ആയിട്ടൊന്നുമില്ല. ട്രെയിനിൽ കയറിയപ്പോ തന്നെ അമ്മയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ അമ്മയല്ലേ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞേ. എല്ലാവർക്കും കഴിക്കണം. ഓക്കെ, എന്നാ ഒരു ബോണ്ട് വന്നു, ബെസ്റ്റ് ഫ്രണ്ട്സ്. ശരി, അപ്പൊ എല്ലാവർക്കും ഫുഡ് കഴിക്കണം. റെസ്റ്റ് എടുക്കട്ടെ. क्या चाहिए आपको? बालू ഫുഡ് കഴിക്കാൻ പോവാ. അമ്മയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ആവില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ അമ്മ കൈ കഴുകാൻ പോയേക്കുവാണ്. ഞങ്ങളൊക്കെ വൃത്തിയിൽ കൈ കഴുകിയതാകണ്ട, സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് ഫുഡ് കഴിച്ച് തീർന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ഫുഡ് പിന്നെ കടന്നാൽ മതിയല്ലോ. നമുക്ക് ഇവിടുന്ന് ഒരു 5 മണിക്കൂറേ ഉള്ളു സ്ഥലത്തോട്ട്. വിശന്നിട്ടല്ല, വന്ന് കൈയൊക്കെ കഴുകി എത്തി. എക്സൈറ്റഡാ ദൈവമേ. നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങള് പോയി ഫുഡ് കഴിക്കട്ടെ. ചപ്പാത്തി എന്താ പനീർ കറിയുമാണ്. ഡാലിയന്റെ ആണ് എല്ലാം സെറ്റ് ആക്കി എടുത്തത്. വാങ്ങിയതാ. ഓക്കെ, അപ്പൊ ചപ്പാത്തിയും കുരമ്പുള്ളിയും രണ്ടും കൂടെ നോക്കൂ. ഞാൻ നേരത്തെ കഴിക്കുന്നതാ. തണുപ്പായി തുടങ്ങിയപ്പോ എന്തൊരു സുഖം. ഹാപ്പി. പൂരമ്പോളി സൂപ്പർ. ചപ്പാത്തി
chapati, paneer curry. അതെ ഡബിൾ ഓക്കെ. Very much satisfied. യെസ്. അപ്പം നമ്മൾ കടക്കാൻ പോവാണ്, വേഗം ഉറങ്ങാൻ പോവാണ് ഇപ്പം തന്നെ. ഇന്നത്തേക്ക് ബൈ. ഇന്നത്തേക്ക് ബൈ ബൈ. നമ്മളിപ്പോൾ രാത്രി എത്തുമ്പോൾ നമ്മൾ പറയും എവിടെ എത്തിയേക്കുന്നതാണ്. 2 മണി 1:30 മണിയാകുമ്പോൾ. അപ്പം ഞങ്ങൾ പറഞ്ഞുതരും കറക്റ്റ് സ്ഥലം ഏതാണ്. അതാണ് ഈ വ്ളോഗിൻ്റെ എൻഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഇനി അവർ വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നിട്ട് നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകണം കുറച്ചേരത്തേക്ക്. ഫോർ 3-4 hours അല്ലേ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അപ്പതേ അടുത്തത് പറയട്ടെ, ഉറങ്ങാൻ പോവാന്ന്. അപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗേസ്. ഗുഡ് നൈറ്റ് അല്ലേ അമ്മേ? ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഇവർ കുറേ പേര് വന്നിട്ട് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. വ്ളോഗിൽ പറയട്ടെ ഞാൻ ഒരു പോള മനുഷ്യന് കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴത്തേക്ക് ഒരു കുടുംബം വന്നിട്ട് കണ്ടോ, ഇപ്പം സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ സൈഡിൽ. അവർക്ക് മലയാളം അറിയത്തില്ല, അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം. നമ്മൾ 3 പേരും ഇങ്ങനെ ഇരിക്കുമതാ. താഴെ ഉണ്ട്, അമ്മ അപ്പുറത്തിരിപ്പുണ്ട്. എണീപ്പിച്ചിട്ട് ഒരു 1/4 മണിക്കൂറായി തുടങ്ങിയിട്ട്. നല്ലത് വരാം. അതെ, നിക്ക്. ആരും ഉറക്കുന്നില്ല. അതുകൊണ്ട് ഇത് ജമണ്ടൻ ഇവരുടെ പെട്ടി നടുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ ഇതാ എൻ്റെ അമ്മ കിടക്കുന്ന കണ്ടില്ലേ, അവിടെ കിടപ്പുണ്ട്. ഇതാ വേറെ ഇതാ അവിടെ മോളിൽ ഒന്നും അറിയാണ്ട് ഒരാൾ കിടപ്പുണ്ട്. മോളിലൊന്നും അറിയാണ്ട് സുഖമായിട്ട് മോളിലുള്ള ആളുടെ ടിക്കറ്റാണ് അപ്പുറത്തെ കമ്പാർട്ട്മെന്റ്. മുകളിലുള്ള ആളെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഒന്നും അറിയാണ്ട്. ഒന്നും പറയാനില്ല. എൻ്റെ കർത്താവേ, പോയി ഇപ്പം 2 പേര്. നമ്മൾ സ്ഥലത്തെത്തി. പക്ഷെ ഹോട്ടൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോന്ന് അറിയത്തില്ല. എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ ആ സ്ഥലത്തെത്തിയിരിക്കുന്ന. പക്ഷെ ഒന്ന് റൂമിൽ കയറിയിട്ടൊന്ന് സമാധാനകരമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ഏതാണ് സ്ഥലം എന്നുള്ളത്. മനുഷ്യന് മടുത്ത് പൊണ്ടരടങ്ങിയിരിക്കണം. ഒന്ന് റൂമിൽ കയറട്ടെ. വിശക്കുന്നമ്മ അല്ലേ? വിശപ്പാ, ഭയങ്കരമായിട്ട് വിശക്കുന്നു. എനിക്ക് വയറൊന്നിങ്ങനെ കാറുന്നു. ഓക്കെ, ഒരാൾക്കാരുടെ മുഖമൊക്കെ കണ്ടു. തരുത്തിയോടെ ഉണ്ട്. അപ്പോൾ ഒന്ന് റൂമിൽ കയറട്ടെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എത്തിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഗുജറാത്തിലാണ് ഗൈസ്. ഗുജറാത്തിലേക്കാണ് നമ്മൾ 4 പേരും കൂടെ വന്നേക്കുന്നത്. 4 പേര് 4 പെമ്പിള്ളേരും കൂടെ, 4 സ്ത്രീകളും കൂടെ വന്നേക്കുന്നത്. എൻ്റെ അമ്മ, ട്രെയിൻ എന്നൊക്കെയുള്ള കഥകളെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഹോട്ടലിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒരു തണുപ്പാണ്. ആർക്കും വയ്യ, ഒന്നും ട്രീറ്റ് ചെയ്യാനും വയ്യ, റൂമൊക്കെ എടുത്ത് തരാൻ വയ്യ, വണ്ടി ഓടിച്ച് വിടാൻ വയ്യ, ഒന്നിനും വയ്യ. ഇപ്പം ഞാനും അമ്മയും കൂടെ റൂമിൽ കയറി. ഡാലിയൻ്റെയും സുന്ദാൻ്റെയും കൂടെ അപ്പുറത്തെ റൂമിലുണ്ട്. ഇത് അമ്മ വരുന്നത്. ഇതാ. അപ്പം ഞങ്ങൾ അങ്ങനെ ഗുജറാത്തിലാണ് ഗൈസ്. ഇനി ഗുജറാത്തിലുണ്ടാവും ഒരു 2 ദിവസം. എന്നിട്ട് ഇവിടെ തിരിച്ച് നമ്മൾ മുംബൈ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ പോകും. അപ്പം ഗുജറാത്ത് ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അമ്മ ഇങ്ങോട്ട് പോയ ഗുജറാത്തിനെ പറ്റി 2 ഘോരം സംസാരിച്ചിട്ട് പോകും. വാ ഇങ്ങോട്ട്. 2 സംസാരിച്ചിട്ട് പോയാ മതി കേട്ടോ. മടുത്ത് ഇന്നലെ തുടങ്ങിയ യാത്രയാണ്. എൻ്റെ ഇടയ്ക്ക് ഡയറക്റ്റ് വീട്ടിൽ കയറി, പിന്നെയും ട്രെയിനിൽ കയറി. ട്രെയിനിലൊരു കുടുംബം വന്ന് നമ്മുടെ സമാധാനം നശിപ്പിച്ചു. പിന്നെ എൻ്റെ ദേവി ആഞ്ജനേയ സ്വാമികളെ, ഇനി ഡ്രസ്സൊക്കെ മാറി കടന്ന് ഉറങ്ങി കുറച്ചു നേരം. എണീറ്റ് രാവിലെ തന്നെ നമുക്കൊരു സ്ഥലം വരെ പോകണ്ട. നാളെ ഉണ്ട് വ്ളോഗ് കേട്ടോ. പറ, എന്താണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം രാവിലെ 3 മണിയായി. ഗുഡ് മോർണിംഗ് ആണ്. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞങ്ങളപ്പൊ കടന്നുറങ്ങട്ടെ. അപ്പൊ ഇതാണ് ഗെയ്സ് ഗുജറാത്ത് എന്ന സ്ഥലം. എന്തായാലും അടുത്ത 2 ദിവസം ഗുജറാത്തിലെ പരിപാടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ ഊര് തെണ്ടി നടക്കുമായിരിക്കും. അമ്മ പറയുന്നത് ഊര് തണ്ടെന്ന് പറയുന്നത്. അപ്പം see you in the next vlog. Bye bye.